നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അന്തർ സംസ്ഥാന വാഹന മോഷണത്തിൽ തമിഴ്നാട് പൊള്ളാച്ചി സ്വദേശിയും കാപ്പ പ്രതിയുമടക്കം 5 പേർ അറസ്റ്റിൽ. പ്രതികളിൽ നിന്ന് 5 വാഹനങ്ങൾ കണ്ടെടുത്തു. ആയിരത്തി 443 പെരുവരം ആറാട്ടുപുഴ പൂരങ്ങൾക്ക് തുടക്കം കുറിച്ച് ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ കൊടിമരമുയർന്നു. ദേശം കാരണവർ ദേവദാസ് മേനോൻ വടിയെറിഞ്ഞ് ദിശ നിർണയിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. പിടിക്കപ്പറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ചാത്തക്കുടം ശാസ്താവിന്റെ പിടിക്കപ്പറമ്പ് പൂരം ആനയോട്ടത്തോടനുബന്ധിച്ചുള്ള പത്രിക പ്രകാശനം ചെയ്തു. പുതുക്കാട് നിയോജക മണ്ഡലം MLA KK രാമചന്ദ്രൻ പ്രകാശനം നിർവഹിച്ചു. ചേർപ്പ് പഞ്ചായത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് ഘടക സ്ഥാപനങ്ങളിലേക്കും എയ്ഡഡ് സ്കൂളുകളിലേക്കുമുള്ള ഓർഗാനിക് കമ്പോസ്റ്റ് ബിന്നും അങ്കണവാടികളിലേക്കുള്ള വേസ്റ്റ് ബിന്നും വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. അന്തർ സംസ്ഥാന വാഹന മോഷണത്തിൽ തമിഴ്നാട് പൊള്ളാച്ചി സ്വദേശിയും കാപ്പ പ്രതിയുമടക്കം 5 പേർ അറസ്റ്റിൽ. പൊള്ളാച്ചി കോവിൽ പാളയം സ്വദേശി 25 വയസ്സുള്ള സജിത്, പുതുക്കാട് കണ്ണമ്പത്തൂർ സ്വദേശികളായ 33 വയസ്സുള്ള വിജിത്, 38 വയസ്സുള്ള രഞ്ജിത്ത്, തൃശൂർ ചിയാരം സ്വദേശി 35 വയസ്സുള്ള സുനീഷ്, നന്ദിപുലം സ്വദേശി 30 വയസ്സുള്ള വിഷ്ണു എന്നിവരാണ് പോലീസിന്റെ തന്ത്രപരമായ അന്വേഷണത്തിൽ പിടിയിലായത്. പ്രതികളിൽ നിന്ന് 5 വാഹനങ്ങൾ കണ്ടെടുത്തു. രാത്രി സമയങ്ങളിൽ വാഹനങ്ങൾ മോഷ്ടിച്ച് കടത്തിക്കൊണ്ടുപോയി തമിഴ്നാട്ടിലെത്തിച്ച് വിൽപ്പന നടത്തിയിരുന്ന അന്തർ സംസ്ഥാന വാഹന മോഷ്ടാക്കളെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്നും ഒരു കണ്ടെയ്നർ ലോറി, 2 പിക്കപ്പ് വാനുകൾ, ഒരു കാർ എന്നിവ കണ്ടെടുത്തു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 23 ചേർപ്പ് പാറേക്കോവിലിൽ നിന്ന് പുലർച്ചെ 2 മണിയോടെ മിനി ലോറി മോഷണം പോയിരുന്നു. ഈ സംഭവത്തിന് ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ വിപുലമായ അന്വേഷണത്തിൽ മോഷണ സ്ഥലത്തെത്തിയ മറ്റൊരു വാഹനത്തെ അന്വേഷണ സംഘം കണ്ടെത്തുകയായിരുന്നു. ഇത് പൊള്ളാച്ചി സ്വദേശിയായ സജിത്ത് എന്നയാൾ ഉപയോഗിച്ചതാണെന്നും ഇയാൾ ഒട്ടേറെ പേരുള്ള മോഷണ സംഘത്തിലെ അംഗമാണെന്നും കണ്ടെത്തി. ഇയാളെക്കുറിച്ച് രഹസ്യമായി അന്വേഷിച്ചതിലാണ് മറ്റു പ്രതികളെയും കണ്ടെത്തിയത്. കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഇക്കഴിഞ്ഞ 27 5 മണിക്കും 28 രാവിലെ 8 മണിക്കുമിടയിൽ മറ്റൊരു മിനി ലോറിയും മോഷണം പോയിരുന്നു. ഈ സംഭവത്തിന് കൊടകര പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയാണ്. ചാലക്കുടി DYSP സുമേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘാംഗങ്ങൾ മണ്ണുത്തി ഭാഗത്തു നിന്നും വിജിത്, രഞ്ജിത്ത്, സുനീഷ്, വിഷ്ണു എന്നിവരെയും തന്ത്രപരമായി പിടികൂടിയത്. പകൽ വാഹനങ്ങൾ കണ്ടെത്തി അർദ്ധരാത്രിയോടെ സ്ഥലത്തെത്തി സുനീഷും രഞ്ജിത്തും വിഷ്ണുവും വിജിത്തും ചേർന്ന് സജിത്തിന് മോഷ്ടിച്ച വാഹനങ്ങൾ കൈമാറും. സജിത്ത് മേട്ടുപാളയത്ത് പഴയ വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്ന സംഘത്തിന് വിൽക്കുകയായിരുന്നു പതിവ്. ഇവിടെ നിന്നാണ് അന്വേഷണ സംഘം മോഷ്ടിക്കപ്പെട്ട വാഹനങ്ങൾ കണ്ടെത്തിയത്. 2-3 മാസത്തിനിടയിൽ നിരവധി വാഹനങ്ങൾ ഈ സംഘം മോഷ്ടിച്ചു കടത്തിയതായി സംശയിക്കുന്നു. പുതുക്കാട് നിന്ന് മോഷ്ടിച്ച ഒരു കണ്ടെയ്നർ ലോറി, കൊടകര, ഒല്ലൂർ എന്നിവിടങ്ങളിൽ നിന്ന് മോഷ്ടിച്ച ദോസ്ത് പിക്കപ്പ് വാനുകൾ, ഇവർ മോഷണത്തിന് ഉപയോഗിച്ച ഒരു കാർ എന്നിവ ഇവരിൽ നിന്നും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രഞ്ജിത്തിന് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ അടിപിടി, വധശ്രമം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങി 6 ക്രിമിനൽ കേസുകളുണ്ട്. വിജിത്തിന് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ 2021 2 അടിപിടി കേസുകളും. ഇരിഞ്ഞാലക്കുട DYSP KG സുരേഷ്, ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ SIമാരായ M. അഫ്സൽ, സജിപാൽ, സീനിയർ CPO ES ജീവൻ, CPOമാരായ KS സുമേഷ്, ഗോകുൽദാസ്, ചാലക്കുടി DYSP K. സുമേഷ്, കൊടകര ഇൻസ്പെക്ടർ PK ദാസ്, SIമാരായ സ്റ്റീഫൻ, മൂസ, റോയ് പൗലോസ്, SIമാരായ സിൽജോ, ആഷ്ലിൻ ജോൺ, SCPO റെജി, ഷിജോ തോമസ്, CPOമാരായ ശ്രീജിത്ത്, ആഷിഖ് എന്നിവർ പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. 1443 പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾക്ക് തുടക്കം കുറിച്ച് ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ കൊടിമരം ഉയർന്നു. രാത്രി 8 മണിയോടെ ക്ഷേത്രമുറ്റത്ത് ശംഖുനാദം മുഴങ്ങിയതോടെ പ്രദേശവാസികൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു.
ദേശം കാരണവർ ദേവദാസ് മേനോൻ വടിയെറിഞ്ഞ് ദിശ നിർണയിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ദിശ നിർണയിച്ചതോടെ ആർപ്പുവിളികളുമായി ഭക്തർ വടിയെറിഞ്ഞ ദിശയിലുള്ള നാറമ്പത്ത് ലക്ഷ്മിക്കുട്ടിയമ്മയുടെ വീട്ടിൽ നിന്ന് കൊടിമരത്തിനുള്ള കവുങ്ങു നിലം തൊടാതെ മുറിച്ചെടുത്തു. പിന്നീട് ചെത്തിമിനുക്കി കൊടിമരമാക്കി ക്ഷേത്രത്തിൽ ഉയർത്തി. തുടർന്ന് ആറാട്ടുപുഴ പൂരത്തിനുള്ള പൂരവിളംബരം. ഇന്നേക്ക് 28-ാം പക്കം ആറാട്ടുപുഴ പൂരം എന്ന് ക്ഷേത്രത്തിൽ വിളിച്ചോതിയതോടെ ചടങ്ങുകൾ സമാപിച്ചു. ഈ മാസം 30-ന് ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി പുറപ്പാട് നടക്കും. അന്നേ ദിവസം ഭക്തർക്ക് വെളിച്ചെണ്ണ സമർപ്പണം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയെന്ന് ചെയർമാൻ രാജീവ് മേനോൻ, കൺവീനർ എം സുജിത് കുമാർ, ട്രഷറർ KS ഗിരീഷ് എന്നിവർ അറിയിച്ചു. പിടിക്കപ്പറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ചാത്തക്കുടം ശാസ്താവിന്റെ പിടിക്കപ്പറമ്പ് പൂരം ആനയോട്ടത്തോടനുബന്ധിച്ചുള്ള പത്രിക പ്രകാശനം ചെയ്തു. പുതുക്കാട് നിയോജക മണ്ഡലം MLA KK രാമചന്ദ്രനാണ് പത്രികാ പ്രകാശനം നിർവഹിച്ചത്. ചടങ്ങിൽ പ്രസാദ് മൂർക്കത്ത് അധ്യക്ഷത വഹിച്ചു. പാർവതി നാരായണൻ കീർത്തനം ആലപിച്ചു. KN അനിൽകുമാർ പിടിക്കപ്പറമ്പ് പൂരത്തിന്റെയും ആനയോട്ടത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി സെക്രട്ടറി M മനോജ്, തിരുവഞ്ചിക്കുളം ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ്, വാർഡ് മെമ്പർ സന്ധ്യാകുട്ടൻ, വല്ലച്ചിറ ദേവസ്വം ഓഫീസർ U അനിൽകുമാർ, ഊരകം ദേവസ്വം ഓഫീസർ KK സിജു, M രാജേന്ദ്രൻ, ബാബു അങ്ങാടിപ്പറമ്പിൽ, KG അരവിന്ദാക്ഷൻ, KR പ്രകാശ്, അനിലൻ കടവിൽ, ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റി സെക്രട്ടറി മനോജ് കടവിൽ, വത്സൻ മൂർക്കത്ത് എന്നിവർ സംസാരിച്ചു. വിവിധ ഘടകക്ഷേത്ര ഭാരവാഹികളും മേള കലാകാരന്മാരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് ഘടക സ്ഥാപനങ്ങളിലേക്കും എയ്ഡഡ് സ്കൂളുകളിലേക്കുമുള്ള ഓർഗാനിക് കമ്പോസ്റ്റ് ബിന്നും അങ്കണവാടികളിലേക്കുള്ള വേസ്റ്റ് ബിന്നും വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് നിർവഹിച്ചു. ഒരുപാട് തവണ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ പല പരിസരങ്ങളും ഇതുപോലെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും അവിടെ മാലിന്യം കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും നിറയുന്ന സാഹചര്യം. അപ്പോൾ ഇതൊന്നും ഒരു ബോധവൽക്കരണത്തിൻ്റെ കുറവ് കൊണ്ടല്ല സംഭവിക്കുന്നതെന്നാണ് ഇതിൽ നിന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം എൻ്റെ വീട്ടിൽ നിന്നത് പോകണമെന്നുള്ള ബോധമുണ്ടല്ലോ. അപ്പോൾ അത് എവിടെയെങ്കിലും കൊടുത്തിട്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകളായിക്കോട്ടെ എന്നുള്ള ചിന്താഗതി അപ്പോൾ നമ്മുടെ ചിന്താഗതിയാണ് മാറേണ്ടത്. അപ്പം അതിനു വേണ്ടിയുള്ള ഇതൊരു വലിയൊരു യജ്ഞത്തിൻ്റെ ഒരു പരിസമാപ്തിയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. മാർച്ച് 30-ന് സംസ്ഥാനം ശുചിത്വ കേരള പ്രഖ്യാപനം നടത്താനായിട്ട് പോവുകയാണ്. അപ്പം അതിന് മുന്നോടിയായി ഓരോ പഞ്ചായത്തുകളും ആദ്യം വാർഡുകൾ ശുചിത്വ വാർഡായിട്ട് പ്രഖ്യാപിക്കണം. സെക്കൻഡറി നമ്മുടെ പഞ്ചായത്ത് പ്രഖ്യാപനം നടത്തണം. തുടർന്ന് ബ്ലോക്ക്, ജില്ല, സംസ്ഥാനം, അങ്ങനെയാണ് പ്രഖ്യാപനം നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റേതായ പ്രവർത്തനങ്ങൾ വീണ്ടും ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ഒരു പ്രഖ്യാപനം കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ ഇതൊന്നും വേണ്ട എന്നല്ല, നമ്മളിവിടെ നിന്ന് തുടർ പരിപാലനങ്ങളായിട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മളൊരു നല്ല ശീലം നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സ്കൂളുകളിൽ തന്നെ, അംഗൻവാടികൾ, സ്കൂളുകളൊക്കെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങൾ കുട്ടികളിൽ തന്നെ ഈ ശീലം വലിച്ചെറിയാതെയും അതുപോലെ സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കുന്ന രീതിയിലും ആ ഒരു ശീലങ്ങൾ വളർത്തിയെടുക്കുക. അവർ ആ ശീലങ്ങൾ തുടർന്ന് പരിപാലിച്ചു പോകുന്ന, അവരത് കൃത്യമായിട്ട് അത് ശീലിച്ചപ്പോൾ അത് പാലിച്ചു പോകുന്ന ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അഗ്രോഫ്ലെയിം ഓർഗാനിക് കമ്പോസ്റ്റ് പ്രതിനിധി രാമചന്ദ്രൻ കമ്പോസ്റ്റ് ബിന്നിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും ഇനോക്കുലം ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി AV മുംതാസ്, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത അനിലൻ, പഞ്ചായത്ത് അംഗങ്ങളായ PS വനജ, KB പ്രജിത്ത്, ജയ, അൽഫോൺസ പോൾസൺ, സുനിത ജിനു, ധന്യ സുനിൽ, സിനി പ്രദീപ് എന്നിവരും നിർവഹണ ഉദ്യോഗസ്ഥർ, എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർ, അംഗനവാടി അധ്യാപകർ എന്നിവരും പങ്കെടുത്തു. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ യൂണിയൻ ബാങ്ക് ചേർപ്പ് ബ്രാഞ്ച് ഭണ്ഡാരം സമർപ്പിച്ചു. യൂണിയൻ ബാങ്ക് തൃശൂർ റീജിയണൽ ഹെഡ് M സതീഷ് കുമാർ, ചീഫ് മാനേജർ R ഗിരീഷ്, ബ്രാഞ്ച് മാനേജർ ലിമ രവീന്ദ്രൻ, ക്ഷേത്രക്ഷേമ ഭാരവാഹികളായ K മോഹനൻ, A ഉണ്ണികൃഷ്ണൻ, വേണു പ്ലാക്കൽ,
രാജീവ് മേനോൻ, ജയൻ പെരുമ്പിടി, ജയകൃഷ്ണൻ, ഭക്തജനങ്ങൾ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. മാലിന്യ സംസ്കരണം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, പാലിയേറ്റീവ് കെയർ, പാർപ്പിടം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകി ചേർപ്പ് പഞ്ചായത്ത് 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് VN ബജറ്റ് അവതരണം നിർവഹിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. മാർച്ച് 30-ന് ശേഷവും നമ്മളിത് തുടർന്ന് പരിപാലിച്ചു പോകുന്ന രീതിയിലാണ് പദ്ധതികൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ വാർഡുകളിലെ പൊതുസ്ഥലങ്ങളോടൊപ്പം തന്നെ മറ്റ് പ്രദേശങ്ങളും കൃത്യമായി ക്ലീനിങ് നടത്തിക്കൊണ്ട് അതിനും നമ്മുടെ വാർഡ് തല സമിതികളിൽ നമ്മുടെ കുടുംബശ്രീ ഉൾപ്പെടെ കുടുംബശ്രീ, ഹരിതകർമ്മസേന, തൊഴിലുറപ്പ്, അതുപോലെ സന്നദ്ധ സംഘടനകൾ, ക്ലബ്ബുകൾ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ട് വാർഡുകളെല്ലാം ശുചീകരണ പ്രവർത്തികൾ നടത്തിക്കൊണ്ട് പ്രഖ്യാപനം നടത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് കൂടുതലും നമ്മുടെ പുതിയ വർഷത്തിൽ നമ്മൾ പദ്ധതികൾ വെച്ചിട്ടുണ്ട്. ബോട്ടിൽ ബൂത്തുകളും അതുപോലെ സെൻറ്ററുകളിലെല്ലാം വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുന്നതിനും അത് കൃത്യമായി പരിപാലിച്ചു പോകുന്നതിനും ഉള്ള പദ്ധതികളെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. 46,90,93,856 രൂപ വരവും 44,84,27,000 രൂപ ചിലവും 2,06,66,854 രൂപ മിച്ചവും വകയിരുത്തിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ബജറ്റിൽ ഉൽപാദന മേഖലയ്ക്ക് 4,73,65,000 രൂപയും സേവന മേഖലയ്ക്ക് 19,29,30,000 രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് സൗകര്യ വികസനത്തിന് 9,40,78,000 രൂപയും വകയിരുത്തി. പാർപ്പിട മേഖലയ്ക്ക് 5,68,00,000 രൂപയും കാർഷിക മൃഗസംരക്ഷണ മേഖലകൾക്കായി 2,34,05,000 രൂപയും വകയിരുത്തി. ആരോഗ്യ മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനും സൗജന്യ മരുന്ന് ലഭ്യമാക്കുന്നതിനായും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായും ആയുർവേദ, അലോപ്പതി, ഹോമിയോ ചികിത്സാ മേഖലയിൽ 1,09,00,000 വകയിരുത്തി. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ ക്ഷേമവും ഉന്നമനവും ലക്ഷ്യമാക്കിയുള്ള വിവിധ തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് 1,55,00,000 രൂപ വകയിരുത്തുന്നതോടൊപ്പം മാലിന്യ പരിപാലന പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടും ശുചിത്വ പഞ്ചായത്ത് പദവി ലക്ഷ്യങ്ങൾക്കുമായി 92,50,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കുടിവെള്ള മേഖല ജലസ്രോതസ്സുകളിലൂടെ 7,40,000 രൂപയും റോഡുകളുടെ പുനരുദ്ധാരണം ഗുണനിലവാരം ഉയർത്തുന്നതിനും റോഡുകളുടെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനുമായി 4,05,00,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വിദ്യാ രമേശ്, ജോസ് ചാക്കേരി, അനിത അനിലൻ, ജനപ്രതിനിധികൾ, പഞ്ചായത്ത് സെക്രട്ടറി AV മുംതാസ്, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. വല്ലച്ചിറ പഞ്ചായത്ത് 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് വനജ ബാബുവാണ് ബജറ്റ് അവതരണം നിർവഹിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് അധ്യക്ഷത വഹിച്ചു. ഭവന നിർമ്മാണത്തിന് 2,55,00,000 രൂപ, കാർഷിക മേഖലയ്ക്ക് 47,00,000, മൃഗസംരക്ഷണ മേഖലയ്ക്ക് 15,00,000, സ്ത്രീകളുടെ ഉന്നമനത്തെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്ക് 20,000, ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് 39,00,000, പശ്ചാത്തല മേഖലയിൽ 2 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ആകെ 26,50,18,262 രൂപ വരവും 24,50,47,073 രൂപ ചിലവും 1,99,71,189 രൂപ മിച്ചവും വകയിരുത്തിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. സേവന മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനും ദാരിദ്ര്യ ലഘൂകരണത്തിനും പ്രാധാന്യം നൽകി അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. അവണിശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ ബജറ്റ് അവതരണം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. 27,84,22,212 രൂപ വരവും 27,54,97,760 രൂപ ചെലവും പ്രതീക്ഷിക്കുന്നതാണ് അവണിശ്ശേരി പഞ്ചായത്തിന്റെ വരും വർഷത്തേക്കുള്ള ബജറ്റ്. പഞ്ചായത്തിലെ മുഴുവൻ ഭവനരഹിതർക്കും ഭവനമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി ഭവന നിർമ്മാണത്തിന് 4,75,00,000, ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികൾക്കായി 1,10,00,000, പൊതുശുചിത്വം, ഖരമാലിന്യ പരിപാലനം എന്നിവയ്ക്ക് 75,00,000, അംഗനവാടി പോഷകാഹാരത്തിനായി 55,00,000, ആരോഗ്യ മേഖലയ്ക്കായി 37,50,000 രൂപയും പട്ടികജാതി ക്ഷേമത്തിനായി 35,29,000 രൂപയും ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കും 30,00,000,
അഗതിക്ഷേമ പരിപാടികൾക്ക് 18 ലക്ഷം എന്ന രീതിയിൽ സേവന മേഖലയിലെ വിവിധ പദ്ധതികൾക്കായി 10,79,71,360 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പശ്ചാത്തല മേഖലയിൽ 2,08 ലക്ഷം രൂപ, ഉൽപാദന മേഖലയിൽ 95,50,000 എന്നിങ്ങനെയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അവണിശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാർ എന്നിവർ സന്നിഹിതരായി. പാലിശ്ശേരി LP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VI ജോൺസൺ അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ പഠന മികവുകളുടെ പ്രദർശനവും ക്ലാസ് തല പഠനോത്സവത്തിൽ വിവിധ പരീക്ഷണങ്ങളും, കോർണർ തലത്തിൽ ചിത്രരചനാ മത്സരവും കരകൗശല നിർമ്മാണവും നടന്നു. കുട്ടികൾ കൊണ്ടുവന്ന ഭക്ഷ്യവിഭവങ്ങളും കൊടുംവേനലിൽ ദാഹശമനിയായി കുട്ടികൾ ഒരുക്കിയ ദാസേട്ടന്റെ കടയിലെ മോരും വെള്ളവും തണ്ണിമത്തനും ശ്രദ്ധേയമായി. നാട്ടുകാരെയും രക്ഷിതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മത്സരങ്ങളും സംഘടിപ്പിച്ചു. ക്ലാസ് തലം, കോർണർ തലം എന്നിവയ്ക്ക് ശേഷമാണ് സ്കൂൾ തല പഠനോത്സവത്തിന് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വേദിയായി മാറിയത്. പ്രധാനാധ്യാപിക ക്ലൻസി, BRC കോർഡിനേറ്റർ ദിവ്യ, OSA പ്രതിനിധി PC ജോസ്, ഫിസിക്കൽ ട്രെയിനർ ക്യാപ്റ്റൻ ആന്റണി AA, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അനീഷ് സാർ എന്നിവർ സംസാരിച്ചു. ലോക വൃക്ക ദിനാചരണത്തിന്റെ ഭാഗമായി ചാഴൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വന്തം വൃക്ക ദാനമായി നൽകിയ ചാഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു സായിറാമിനെ ആദരിച്ചു. മുൻ MP GN പ്രതാപൻ ഉപഹാരം നൽകി. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജോൺ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, KS സന്ദീപ്, ജോഷി ആലപ്പാട്ട്, KK രാജേഷ്, അശോകൻ കോമത്തുകാട്ടിൽ, പൈലി ആന്റണി, NV കുട്ടിക്കൃഷ്ണൻ, ബൈജു സെന്റ് ജോൺ, ജോയ് പുലിക്കോട്ടിൽ, ഉമ്മർ പഴുവിൽ എന്നിവർ ചേർന്ന് പൊന്നാട അണിയിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന സമുച്ചയ നിർമ്മാണോദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് 4-ന് നടക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തുമായി സഹകരിച്ച് വാർഡ് 18-ൽ വാങ്ങിയ സ്ഥലത്താണ് ഭവന സമുച്ചയം ഉയരുക. 56 സെന്റ് സ്ഥലത്ത് 2 നിലകളിലായി 650 ചതുരശ്ര അടി വലിപ്പമുള്ള 12 അപ്പാർട്ട്മെന്റുകളാണ് 3 ബ്ലോക്കുകളിലായി നിർമ്മിക്കുന്നത്. സെലക്സ് ഗ്രൂപ്പ് കമ്പനിയുടെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് 2 കോടിയോളം രൂപ ചെലവ് വരുന്ന ഭവന സമുച്ചയത്തിന്റെ നിർമ്മാണം. MLA CC മുകുന്ദൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ PA അഹമ്മദ്, മഞ്ജുള അരുണൻ തളിക്കുളം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, സെലക്സ് ഗ്രൂപ്പ് ഗ്ലോബൽ CFO ഷിഹാബ് PU, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, വൈസ് പ്രസിഡന്റ് VR ജിത്ത്, സെക്രട്ടറി IS ബിന്ദു, മെമ്പർമാരായ KA തപതി, KK പ്രഹർഷൻ, ജ്യോതി രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. വളരെ സന്തോഷത്തിന്റെ ഒരു മുഹൂർത്തത്തിലാണ് ഇന്ന് ഭരണസമിതി നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ വലിയൊരു സ്വപ്നം, ഏകദേശം 4 വർഷം കഴിഞ്ഞു ഭരണസമിതിയുടെ അധികാരമേറ്റിട്ട്. ഭരണസമിതിയുടെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്നുള്ളത് തന്നെയാണ് ലൈഫ് മിഷന്റെ ഒരു പാർപ്പിട സമുച്ചയം പണിയുക എന്നുള്ളത്. ഏകദേശം 2022 ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തുമായിട്ട് സഹകരിച്ചുകൊണ്ട് 56 സെന്റ് ഞങ്ങളുടെ പഞ്ചായത്തിലെ 18-ാം വാർഡിൽ നമ്മൾ വിലക്ക് വാങ്ങുകയുണ്ടായി. വിലക്ക് വാങ്ങിയതിനു ശേഷം ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു പാർപ്പിട സമുച്ചയം പണിയാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായില്ല. തീർച്ചയായിട്ടും വളരെ സന്തോഷമായിട്ട് തന്നെ പറയാം. നമ്മളുടെ പഞ്ചായത്തിലെ തന്നെ സെലക്സ് ഗ്രൂപ്പ് അവരുടെ നേതൃത്വത്തിലുള്ള സെലക്സ് ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നമ്മൾക്ക് ഇന്ന് 9,300 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു ബിൽഡിംഗ് സമുച്ചയം നമ്മൾക്ക് പണിത് തരികയാണ്. ഏകദേശം 12 ഫ്ലാറ്റുകളാണ് അതിലുള്ളത്. 3 ബ്ലോക്കുകളിലായിട്ടാണ് നമ്മുടെ സമുച്ചയം പണിത് വരുന്നത്. താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ലോക വൃക്ക ദിനത്തോടനുബന്ധിച്ച് ഹൃദയത്തിലെന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി വൃക്ക ദാനം ചെയ്ത് നാടിന് മാതൃകയായ ഷൈജു സായിറാമിനെ അനുമോദിച്ചു. അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഷൈജു സായിറാമിനെ ഷാൾ അണിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ആവണേങ്ങാട്ട് കളരിയിൽ നടന്ന അനുമോദന സദസ്സിൽ വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു.
ആശാവർക്കർ സുശീല രാജൻ, അംഗനവാടി ടീച്ചർ അഞ്ജു KB, മജീദ് പൊക്കാക്കില്ലത്ത്, ദേവദാസ് കൊട്ടേക്കാട്ട്, ലില്ലി ജോസ് കൊമ്പൻ, റിജു കണക്കന്തറ എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് സ്വദേശിയായ സുമേഷിനാണ് വൃക്കദാനം ചെയ്തത്. വൃക്ക സ്വീകരിച്ച് 3 മാസം പിന്നിടുകയാണ്. തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രിയിൽ ലോക വൃക്ക ദിനം ആചരിച്ചു. വൃക്കദാതാവും സാമൂഹ്യ പ്രവർത്തകനുമായ ഷൈജു സായിറാം ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി പ്രസിഡന്റ് TK പൊഞ്ചു അധ്യക്ഷത വഹിച്ചു. 5 വർഷത്തിനുമേൽ ഡയാലിസിസിനു വിധേയരായിക്കൊണ്ടിരിക്കുന്ന 5 വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. അഡ്വക്കേറ്റ് ജോർജ് പുലിക്കുതിയേൽ, അഡ്വക്കേറ്റ് AD ബെന്നി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ആശുപത്രി വൈസ് പ്രസിഡന്റ് E സത്യഭാമ, ആശുപത്രി ഡയറക്ടർമാരായ വർഗീസ് ജോൺ, AR രാമചന്ദ്രൻ, CK വിനോദ്, ജോക്കബ് പോൾ തട്ടിൽ, PM ശരത് കുമാർ, സെക്രട്ടറി ഇൻചാർജ് ജോസി തോമസ് എന്നിവർ സന്നിഹിതരായി. PB വിനോദ്, മെഡിക്കൽ സൂപ്രണ്ട് രാംദാസ് എന്നിവർ സംസാരിച്ചു. ചാത്തക്കുടം ക്ഷേത്രത്തിലെ വിശേഷാൽ എണ്ണ അഭിഷേകം ശനിയാഴ്ച നടക്കും. വാതരോഗ നിവാരണ മൂർത്തിയായ ചാത്തക്കുടം ശ്രീ ധർമ്മശാസ്താവിന് എല്ലാ മലയാള മാസവും 30 ശനിയാഴ്ചകളിൽ എണ്ണ അഭിഷേകം നടന്നുവരുന്നു. മീനമാസത്തിലെ എണ്ണ അഭിഷേകം ശനിയാഴ്ച രാവിലെ 5:30 നിർമ്മാല്യത്തിനു ശേഷം നടക്കും. തുടർന്ന് അഭിഷേകം ചെയ്ത എണ്ണ ഭക്തർക്ക് നൽകും. വാതരോഗ നിവാരണത്തിന് എണ്ണ അഭിഷേകം പ്രാധാന്യമുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചാത്തക്കുടം ക്ഷേത്രം. എണ്ണ അഭിഷേകം തുടങ്ങി മറ്റു വഴിപാടുകൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ 7533335302 9495005302 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ചിറ്റാട്ടുക്കരക്കാരൻ പൈലി ഭാര്യ മറിയാമ്മ നിര്യാതയായി. 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കോടന്നൂർ കേബിൾ ഓപ്പറേറ്ററായ സൈമൺ, ഫ്രാൻസി, റാഫേൽ, അൽഫോൻസ, റോസമ്മ, വർഗീസ്, ആന്റണി എന്നിവർ മക്കളും, ജോൺസൺ, മോളി, ജോസ്, വർഗീസ്, സ്മിത, ആശ, അനില എന്നിവർ മരുമക്കളുമാണ്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8230 രൂപ, പവന് 65,840 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അന്തർ സംസ്ഥാന വാഹന മോഷണത്തിൽ തമിഴ്നാട് പൊള്ളാച്ചി സ്വദേശിയും കാപ്പ പ്രതിയുമടക്കം 5 പേർ അറസ്റ്റിൽ. പ്രതികളിൽ നിന്ന് 5 വാഹനങ്ങൾ കണ്ടെടുത്തു. ആയിരത്തി 443 പെരുവരം ആറാട്ടുപുഴ പൂരങ്ങൾക്ക് തുടക്കം കുറിച്ച് ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ കൊടിമരമുയർന്നു. ദേശം കാരണവർ ദേവദാസ് മേനോൻ വടിയെറിഞ്ഞ് ദിശ നിർണയിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. പിടിക്കപ്പറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ചാത്തക്കുടം ശാസ്താവിന്റെ പിടിക്കപ്പറമ്പ് പൂരം ആനയോട്ടത്തോടനുബന്ധിച്ചുള്ള പത്രിക പ്രകാശനം ചെയ്തു. പുതുക്കാട് നിയോജക മണ്ഡലം MLA KK രാമചന്ദ്രൻ പ്രകാശനം നിർവഹിച്ചു. ചേർപ്പ് പഞ്ചായത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് ഘടക സ്ഥാപനങ്ങളിലേക്കും എയ്ഡഡ് സ്കൂളുകളിലേക്കുമുള്ള ഓർഗാനിക് കമ്പോസ്റ്റ് ബിന്നും അങ്കണവാടികളിലേക്കുള്ള വേസ്റ്റ് ബിന്നും വിതരണം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.